നമസ്കാരം. മസിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കൊമേഴ്സ് ഏരിയയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, whose theory affirms that humans have three motivational drivers regardless of age and gender? അപ്പം ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? കൊമേഴ്സിലെ മാനേജ്മെന്റ് ഏരിയയിൽ നിന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ മോട്ടിവേഷണൽ തിയറി, മാനേജ്മെന്റിൽ തന്നെ മോട്ടിവേഷണൽ തിയറീസ് എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആരാണ് അല്ലെ 3 മോട്ടിവേഷണൽ ഡ്രൈവേഴ്സ് കൊണ്ടുവന്ന ആ ഒരു പ്രൊപ്പൗണ്ടർ ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: മാസ്ലോ, ഹെർസ്ബർഗ്, ബ്രൂംസ്, മെക്ലെൻ. അപ്പം ഈ 3 മോട്ടിവേഷണൽ ഡ്രൈവേഴ്സ് ഏതൊക്കെയാണ്? അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോയിട്ട് ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പം മെക്ലെൻസ് തിയറി ഓഫ് നീഡ്സ്, അതർവൈസ് നോൺ ആസ് 3 മോട്ടിവേഷണൽ ഡ്രൈവേഴ്സ്. ഓക്കെ, മെക്ലെന്നിന്റെ 3 മോട്ടിവേഷണൽ ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെ തന്നെയാണ് 3 നീഡ് തിയറി എന്ന് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പൊ 3 നീഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഡേവിഡ് മെക്ലെൻഡ് ആണ് ഈ തിയറി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ 3 നീഡ് തിയറി കൊണ്ടുവന്നത്. ആരാണ്? ഡേവിഡ് മെക്ലെൻഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 3 നീഡ്സ് തിയറി കൊണ്ടുവന്ന ആളാരാണ്? ഡേവിഡ് മെക്ലെൻഡ് ആണ്. അപ്പൊ 3 നീഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആ തിയറിയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് human behavior is primarily motivated by 3 needs. ഓക്കെ, ആ 3 നീഡ്സ് എന്ന് പറഞ്ഞാല് ഒരാളുടെ ജെൻഡറോ റേസോ അയാളുടെ ഏജോ കൾച്ചറോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം റിഗാർഡ്ലെസ് ഓഫ് ദ ഏജ്, കൾച്ചർ, ജെൻഡർ 3 മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഫസ്റ്റ് നീഡ് എന്താണ്? നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽഡ് ഫാക്ട്സ് എന്താണെന്ന് നോക്കിക്കേ. ഡിസയർ ടു അക്കംപ്ലിഷ് ചലഞ്ചിങ് ഗോൾ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജോ കൾച്ചറോ ഒന്നും ബാധകമല്ലാതെ നമുക്കെല്ലാം ഉള്ള 3 നീഡ്സ് ഏതൊക്കെയാണ്? 3 നീഡ്സ് ഏതൊക്കെയാണ്? നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ അച്ചീവ്മെന്റ് നീഡ്സിൽ ഓരോരുത്തരുടെ ലക്ഷ്യം എന്തായിരിക്കും? നല്ല ചലഞ്ചിങ് ഗോൾസ് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക അല്ലെ, അത് അക്കംപ്ലിഷ് ചെയ്യുക. ചലഞ്ചിങ് ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അക്സെപ്റ്റ് ചെയ്യുക. പ്രിഫറൻസ് ഫോർ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫീഡ്ബാക്ക്. ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ അച്ചീവ്മെന്റ് നീഡ്സ് സീക്ക് എക്സലൻസ് ആൻഡ് സക്സസ്. ഓക്കെ, ഹൈ അച്ചീവ്മെന്റ് നീഡ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് സക്സസ് സീക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് എപ്പോഴും എന്താണ്? അവർക്ക് വിജയത്തിലേക്ക് എത്തണം. ഓക്കെ, ഹൈ അച്ചീവ്മെന്റ് സീക്കേഴ്സ് ആണ് ആര്? ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നുള്ളത്. ഓക്കെ, എക്സാമ്പിൾ, an employee who enjoys challenging project and strive to exceed target. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള എംപ്ലോയീസ് കാണും അല്ലേ. ചിലര് എന്ത് ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് കൊടുത്താലും അല്ലെ ചലഞ്ചിങ് ആയിട്ടുള്ള വേസ് കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്ത് അത് എന്ത് ചെയ്യാനായിട്ട് നോക്കുന്നു? ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടും സക്സീഡ് ചെയ്യാനായിട്ടും നോക്കുന്നു. അപ്പൊ ഫസ്റ്റ് നീഡ് എന്താണ്? നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. നീഡ് ഫോർ അച്ചീവ്മെന്റിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? എങ്ങനെയുള്ളവരായിരിക്കും ആ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ? എന്ത് ഗോൾസ് കൊടുത്താലും അല്ലെ, എന്ത് ആക്ടിവിറ്റീസ് കൊടുത്താലും എന്ത് ചലഞ്ചിങ് ഗോൾസ് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നവരായിരിക്കും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത്, നമ്മളൊരു PYQ ആണ് നോക്കിയത് ഫസ്റ്റ് വൺ. അതില് 3 നീഡ് ഡ്രൈവേഴ്സ് കൊണ്ടുവന്ന ആൾ ആരാണെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഡേവിഡ് മെക്ലെൻഡ് ആണ് 3 നീഡ് തിയറി കൊണ്ടുവന്നത് അല്ലെ. ഈ 3 നീഡ്സിൽ ഫസ്റ്റ് നീഡ് ആണ് ഏത്? നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഈ നീഡ് ഫോർ അച്ചീവ്മെന്റിൽ എന്താണ് പറഞ്ഞത്? അല്ലെ, ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് ആ ടാർഗറ്റിലേക്ക് എത്താനായിരിക്കും അല്ലെ, സക്സസിലേക്ക് എത്താനായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാര് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നീഡ് ഫോർ അഫിലിയേഷൻ. ഓക്കെ, സെക്കൻഡ് നീഡ് എന്താണ്? നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. അതായത് ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ബെറ്റർ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇത് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഡിസയർ ഫോർ ഫ്രണ്ട്ലി ആൻഡ് ക്ലോസ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്.
ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നീഡ് ഫോർ അഫിലിയേഷൻ. പ്രിഫറൻസ് ഫോർ കോപ്പറേഷൻ റാദർ ദാൻ കോമ്പറ്റീഷൻ. ഇവിടെ എന്തിനല്ല പ്രാധാന്യം? കോമ്പറ്റീഷൻ അല്ല പ്രാധാന്യം. എന്തിനായിരിക്കും ഒരു പ്രാധാന്യം കൊടുക്കുന്നത്? ബെറ്റർ കോപ്പറേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ വാല്യൂസിനായിരിക്കും എന്ത് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽസ് വാല്യൂ സോഷ്യൽ അക്സെപ്റ്റൻസ് ആൻഡ് ബിലോങ്ങിങ്. എക്സാമ്പിൾ, എ ടീം മെമ്പർ ഹു എൻജോയ് വർക്കിംഗ് കൊളാബറേറ്റ്ലി ആൻഡ് മെയിൻറ്റെയിനിങ് ഹാർമണി. ഇല്ലേ, നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ എംപ്ലോയീസിനെ തരംതിരിക്കുമ്പം ആ ഒരു ടീം വർക്ക് വളരെ പ്രാധാന്യമാണ് അല്ലെ. ആ ഒരു ടീമിനുള്ളിൽ അവർക്കൊരു കോമ്പറ്റീഷനെക്കാട്ടിൽ കൂടുതൽ ഒരു കോപ്പറേഷൻ ആയിരിക്കണം അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡേവിഡ് മെക്ലെൻഡിന്റെ 3 നീഡ് തിയറിയിലെ ഫസ്റ്റ് നീഡ് എന്താണ്? നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. സെക്കൻഡ് നീഡ് എന്താണ്? നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. തേർഡ് നീഡാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, നീഡ് ഫോർ പവർ. It is the desire to influence, control or lead others. ഒരു പവർ, ഒരു അധികാരം അല്ലെ, മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പവർ അല്ലെ, ആ ഒരു ഡിസയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് സീക്ക് പൊസിഷൻസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അല്ലെ, അധികാരം അതനുസരിക്കാനുള്ള കടമയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ് പോസിറ്റീവ്ലി ഫോർ ഓർഗനൈസേഷണൽ goals. A manager who enjoys directing terms and making decision. ഒരു ഓർഗനൈസേഷനിലെ സക്സസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ മാനേജറിന് പവർ ഉണ്ടായിരിക്കണം ഇല്ലേ, ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കണം, മറ്റുള്ള ടീം മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം, ലീഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല ഇതിനകത്ത് വേണ്ടത്. ഈ മെക്ലെൻഡിന്റെ 3 നീഡ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. 3 നീഡ് ഏതൊക്കെയാണ്? നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കുക ഈ 3 നീഡ് തിയറി കൊണ്ടുവന്നത് ആരാണെന്നറിയാം. ഈ 3 നീഡ് തിയറി കൊണ്ടുവന്നത് ഡേവിഡ് മെക്ലെൻഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മറ്റു ഓപ്ഷൻസും കൂടി നമുക്കൊന്ന് നോക്കാം. അതിനകത്തുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു മാസ്ലോ. എബ്രഹാം മാസ്ലോ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ 5 നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ആ 5 നീഡ്സിനെ അദ്ദേഹം ഒരു ഹയറാർക്കി ആയിട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഒരു ശ്രേണി രൂപത്തിലാണ് എന്ത് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോ ഈ നീഡ്സ് കൊണ്ടുവന്നത്. 5 നീഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നീഡ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്. ഈ ഫിസിയോളജിക്കൽ നീഡിനെ തന്നെ ബേസിക് നീഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡിനെ എന്തെന്നും പറയാറുണ്ട്? ബേസിക് നീഡ് എന്നും പറയാറുണ്ട്. അതായത് ബേസിക് ആയിട്ട് ഒരു എംപ്ലോയിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റ് ആ എംപ്ലോയിക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അത് അയാളുടെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനുശേഷമായിരിക്കും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡിലേക്ക്. ഓക്കെ, സെക്കൻഡ് ലെവൽ നീഡ് ഏതാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ്. മൂന്നാമത്തെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം സോഷ്യൽ നീഡ്. എന്താണ്? സോഷ്യൽ നീഡ്. അപ്പൊ ഫസ്റ്റ് നീഡ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ്. സെക്കൻഡ് നീഡ് എന്താണ്? സെക്കൻഡ് നീഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. തേർഡ് സോഷ്യൽ നീഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ ലെവൽ നീഡും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ലെവൽ നീഡ്സിലേക്ക് പോകാനായിട്ട് ആ എംപ്ലോയിക്ക് പറ്റൂ. ഫസ്റ്റ് ആ എംപ്ലോയി എന്തായിരിക്കും? സോഷ്യൽ നീഡ് ആയിരിക്കുമോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ് ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. അതിനുശേഷമാണ് സോഷ്യൽ നീഡ്. അതിനുശേഷമാണ് ഏത്? എസ്റ്റീം നീഡ്. എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ ഇൻവോൾവ് ചെയ്ത നീഡാണ് ഏത്? എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് ഏത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, ലാസ്റ്റ് നീഡാണ് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് എന്നാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനെ അറിയപ്പെടുന്നത്. അപ്പം എബ്രഹാം മാസ്ലോ നീഡ് ഹയറാർക്കി, എബ്രഹാം മാസ്ലോയുടെ എന്താണ്? നീഡ് ഹയറാർക്കി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എബ്രഹാം മാസ്ലോ കൊണ്ടുവന്ന ഏതാണ്? നീഡ് ഹയറാർക്കിയാണ്. ഈ നീഡ് ഹയറാർക്കിയിൽ 5 ലെവൽസ് ആയിട്ടാണ് നീഡ്സ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ലെവൽ നീഡ് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡാണ്. സെക്കൻഡ് ലെവൽ ഏതാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. മൂന്നാമത്തെ ലെവലാണ് സോഷ്യൽ നീഡ്. നാലാമത്തതാണ് എസ്റ്റീം നീഡ്. അഞ്ചാമത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളോട് ചോദിക്കുകയാണ് നീഡ് ഹയറാർക്കി ആരാണ് കൊണ്ടുവന്നത്?
നീഡ് ഹൈറാർക്കി ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. 3 നീഡ് തിയറി ആണ് ആര് കൊണ്ടുവന്നത്? ഡേവിഡ് മെക്ലൻഡ് കൊണ്ടുവന്നത്. നീഡ് എന്ന് കാണുമ്പോഴേ മാസ്ലോ എന്നുള്ള ആൻസറിലേക്ക് പോവരുത്. 3 നീഡ് തിയറി മെക്ലൻഡും നീഡ് ഹയറാർക്കി ആരാണ് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോയും ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മള് മാസ്ലോയുടെ നോക്കി. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നായിരുന്നു ഫെഡറിക് ഹെർസ്ബർഗ്. ഓക്കെ, ഫെഡറിക് ഹെർസ്ബർഗും കൊണ്ടുവന്ന ഒരു മോട്ടിവേഷണൽ തിയറിയാണ്. ആ മോട്ടിവേഷണൽ തിയറിയെ നമുക്ക് 2 ഫാക്ടർ തിയറി എന്ന് അറിയപ്പെടുന്നു. 2 ഫാക്ടർ തിയറി. ഓക്കെ, ഫെഡറിക് ഹെർസ്ബർഗ് കൊണ്ടുവന്ന മോട്ടിവേഷണൽ തിയറിയെ അറിയപ്പെടുന്ന പേര് 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഹെർസ്ബർഗ് തിയറി എന്നും അറിയാറുണ്ട്. ഓക്കെ, 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഹെർസ്ബർഗ് തിയറി എന്നും അറിയാറുണ്ട്. അപ്പൊ 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സ് ആയിട്ടാണ് ഇദ്ദേഹം ഇത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്നും മോട്ടിവേറ്റേഴ്സ് എന്നും. ഓക്കെ, ഹൈജീൻ ഫാക്ടേഴ്സ് എന്നും മോട്ടിവേറ്റേഴ്സ് എന്നും 2 ഫാക്ടേഴ്സ് ആയിട്ടാണ് ആര് മോട്ടിവേഷണൽ തിയറി പറഞ്ഞേക്കുന്നത്? ഫെഡറിക് ഹെർസ്ബർഗ് പറഞ്ഞേക്കുന്നത്. അടുത്തതാണ് എക്സ്പെക്ടൻസി തിയറി. ഓക്കെ, അടുത്ത തിയറിയാണ് എക്സ്പെക്ടൻസി തിയറി. ഈ എക്സ്പെക്ടൻസി തിയറി കൊണ്ടുവന്നത് വിക്ടർ വ്രൂം ആണ്. ഓക്കെ, എക്സ്പെക്ടൻസി തിയറി കൊണ്ടുവന്നത് ആരാണ്? വിക്ടർ വ്രൂം ആണ്. അതില് 3 ഫാക്ട്സ് ആണ് അല്ലെങ്കിൽ 3 എലമെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി, ബാലൻസ്. ഓക്കെ, അപ്പൊ ഈ 3 ഫാക്ടേഴ്സിന്റെ അല്ലെങ്കിൽ 3 ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് തിയറി പറഞ്ഞേക്കുന്നത്? എക്സ്പെക്ടൻസി തിയറി. എക്സ്പെക്ടൻസി തിയറിയുടെ പ്രൊപ്പോണ്ടന്റ് ആരാണ്? വിക്ടർ വ്രൂം ആണ്. അപ്പൊ നമ്മുടെ ആൻസർ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് ഒന്നും കൂടി നോക്കാം. Whose theory affirms that humans have 3 motivational drivers regardless of ഏജ് ആൻഡ് ജെൻഡർ. അല്ലെ, ഏജോ ജെൻഡറോ കൾച്ചറോ മറ്റു ഫാക്ടേഴ്സ് ഒന്നും ബാധകമല്ലാതെ ഉള്ള 3 മോട്ടിവേഷണൽ ഡ്രിവേഴ്സ് ഏതൊക്കെയാണ്? 3 മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ. ഈ 3 നീഡ് തിയറി കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് മെക്ലൻഡ് ആണ്. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മാസ്ലോ കൊണ്ടുവന്നത് നീഡ് ഹൈറാർക്കി ആണ്. മാസ്ലോയുടെ 5 നീഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ? മാസ്ലോയുടെ 5 നീഡ്സ് ഏതൊക്കെയാണ്? മാസ്ലോയുടെ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, അതുപോലെ തന്നെ എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ക്ലിയർ ആണ്. അതിനുശേഷം 2 ഫാക്ടർ തിയറി. ഫെഡറിക് ഹെർസ്ബർഗ് ആണ് 2 ഫാക്ടർ തിയറി പറഞ്ഞത്. 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന? ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സ് ആയിട്ടും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. വിക്ടർ വ്രൂമിന്റെ ആണ് എക്സ്പെക്ടൻസി തിയറി. ഓക്കെ, അപ്പൊ നമ്മുടെ മോട്ടിവേഷണൽ തിയറി നമ്മുടെ മാനേജ്മെന്റ് ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ കൊമേഴ്സ് ഏരിയയിൽ നിന്നും വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോട്ടിവേഷണൽ തിയറി എന്നുള്ള ഒരു ഏരിയ. അപ്പൊ നമ്മളിവിടെ മോട്ടിവേഷണൽ തിയറീസും അതിന്റെ ബേസിക് ഫാക്ട്സുകളും അതുപോലെ തന്നെ അതിന്റെ പ്രൊപ്പോണ്ടേഴ്സിനെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആരാണ്? ഡേവിഡ് മെക്ലൻഡ് ആണ് ആൻസർ. ഓക്കെ, ആൻസർ കണ്ടല്ലോ, ഓപ്ഷൻ ഡി ആണ്, അതായത് ഡേവിഡ് മെക്ലൻഡ് ആണ് ആൻസർ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following is not a quality management tool? Which among the following is not a quality management tool? Question clear ആയല്ലോ? ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ അല്ലാത്തത്. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ അല്ലാത്തത് ഏതാണ്? നോക്കാം. ഫസ്റ്റ് വൺ, പരീക്ഷോ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, സ്കേറ്റർ ഡയഗ്രാം, ക്ലിക്ക്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതില് ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ആർ ദ ടെക്നിക്സ് യൂസ്ഡ് ടു അനലൈസ് control and improve quality in process and products. അപ്പം ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്സ് ആണ് ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊഡക്ഷൻ സമയത്ത് പ്രോഡക്ട്സിന്റെയും ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടൂൾസിനെ അല്ലെങ്കിൽ ടെക്നിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് എന്ന് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്. ഓക്കെ, പ്രധാനപ്പെട്ട
7 ക്വാളിറ്റി ടൂൾസ് ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി ടൂൾസ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് എത്ര എണ്ണം ഉണ്ട്? പ്രധാനപ്പെട്ട 7 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? പരേഷോ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, സ്കേറ്റർ ഡയഗ്രാം, കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്, ചെക്ക് ഷീറ്റ്, ഫ്ലോ ചാർട്ട് ഓർ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് 7 ബേസിക് ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പരേഷോ ചാർട്ട്, അതിനുശേഷം സ്കേറ്റർ ഡയഗ്രാം ഉണ്ട്, ഹിസ്റ്റോഗ്രാം ഉണ്ട്, കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം, അതിനെ തന്നെ നമുക്ക് ഫിഷ് ബോൺ ഡയഗ്രാം എന്നും പറയാം, ചെക്ക് ഷീറ്റ്, ഫ്ലോ ചാർട്ട്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഇപ്പൊ തന്നെ നമുക്ക് ആൻസറിൽ നിന്ന് കിട്ടിക്കാണും. നമ്മുടെ ഓപ്ഷൻസ് കണ്ടായിരുന്നോ? പരേഷോ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, സ്കേറ്റർ ഡയഗ്രാം, ക്ലിക്ക്. ഏതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾ അല്ലാത്തത്? ക്ലിക്ക് ആണ്. ഓക്കെ, അപ്പൊ ക്ലിക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലിക്ക് എന്താണ്? ഇതൊരു ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മറക്കരുത്. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ക്ലിക്ക് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ വിഷ്വലൈസേഷൻ, റിപ്പോർട്ടിംഗ്, അനലിറ്റിക്സ്. ഓക്കെ, ഡേറ്റ റിപ്പോർട്ടിങ്ങിനും ഡേറ്റ അനലിറ്റിക്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് ക്ലിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസിന്റെ പേരെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 7 ബേസിക് ടൂൾസ് ഏതൊക്കെയാണ്? പരേഷോ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, സ്കേറ്റർ ഡയഗ്രാം, ഫിഷ് ബോൺ ഡയഗ്രാം അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്, ചെക്ക് ഷീറ്റ്, ഫ്ലോ ചാർട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. സോഫ്റ്റ്വെയർ ഏതാണ്? ക്ലിക്ക് ആണ്. ഓക്കെ, അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? മോട്ടിവേഷണൽ തിയറി. അതിൽ നിന്നുള്ള ബേസിക് ഫാക്ടുകളെല്ലാം ക്ലിയർ ആണ്. ഏതായിരുന്നു? 3 നീഡ് തിയറി കൊണ്ടുവന്നത് ഡേവിഡ് മെക്ലൻഡ് ആണ്. നീഡ് ഹയറാർക്കി കൊണ്ടുവന്നത് മാസ്ലോ ആണ്. 2 ഫാക്ടർ തിയറി കൊണ്ടുവന്നത് ഫെഡറിക് ഹെസ്ബർഗ് ആണ്. വിക്ടർ റൂം ആണ് എക്സ്പെക്ടൻസി തിയറി കൊണ്ടുവന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു? ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ആയിരുന്നു. ഓക്കെ, ഏകദേശം 7 ബേസിക് ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. അതിൽ പരേഷോ ചാർട്ട് വരും, ഹിസ്റ്റോഗ്രാം വരും, സ്കേറ്റർ ഡയഗ്രാം വരും, കൺട്രോൾ ചാർട്ട് വരും, ഇല്ലേ? അങ്ങനെ തുടങ്ങി 7 ബേസിക് എന്തുണ്ട്? ക്വാളിറ്റി മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. അതിൽ ഉൾപ്പെടാത്ത എന്താണ്? ബിസിനസ് അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ആണ് ഇത് ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. DuPont formula was developed by Alfred Porter, Donaldson Brown, James DuPont, F.W. Taylor. Okay, DuPont formula ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നോക്കാം. DuPont analysis is a financial performance evaluation technique that breaks down return on equity into several components to identify the sources of a company's profitability. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനായിട്ട് ആ റിട്ടേൺ ഓൺ ഇക്വിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത്? ഡ്യൂപോണ്ട് അനാലിസിസ്. ഓക്കെ, ഡ്യൂപോണ്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേഷൻ ടെക്നിക്കാണ്. മറക്കരുത്. ഡ്യൂപോണ്ട് ഫോർമുല അല്ലെങ്കിൽ ഡ്യൂപോണ്ട് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തെയാണ്? ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേഷൻ ടെക്നിക്കാണ്. അതുവഴി റിട്ടേൺ ഓൺ ഇക്വിറ്റിയെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡൊണാൾഡ്സൺ ബ്രൗൺ ആണ്. തെറ്റിപ്പോവരുത്. ഡ്യൂപോണ്ട് എന്ന് കണ്ട് ജെയിംസ് ഡ്യൂപോണ്ടിലേക്ക് കണ്ടുപോകരുത്. ഏതാണ് ആൻസർ? ഡൊണാൾഡ്സൺ ബ്രൗൺ ആണ്. ഓക്കെ, ഇത് PYQ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂപോണ്ട് ഫോർമുല വാസ് ഡെവലപ്ഡ് ബൈ ഡൊണാൾഡ്സൺ ബ്രൗൺ. എന്താണ് ഡ്യൂപോണ്ട് ഫോർമുല? അതിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡൊണാൾഡ്സൺ ബ്രൗൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ കീ ഫാക്ടർ ദാറ്റ് ഡിസ്റ്റിംഗ്വിഷസ് പ്രൊജക്ട് മാനേജ്മെന്റ് ഫ്രം ജസ്റ്റ് മാനേജ്മെന്റ്. അതായത് നമുക്കിവിടെ 2 ടേം ആണ് എടുക്കേണ്ടത്, മാനേജ്മെന്റും പ്രൊജക്ട് മാനേജ്മെന്റും. മാനേജ്മെന്റ് എന്താണ്? നമുക്കറിയാം, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഫങ്ഷൻസ് ചേരുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ത്? മാനേജ്മെന്റ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇങ്ങനെയുള്ള കുറെ അധികം ഫങ്ഷൻസ് ചേരുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാനേജ്മെന്റും പ്രോജക്ട് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം
ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ദ കീ ഫാക്ടർ ഏതാണ്? പ്രൊജക്ട് മാനേജ്മെന്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കീ ഫാക്ടർ എന്താണെന്നാണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ is an ongoing process, has a finite time span, need professional skill, requires effective teamwork. അപ്പൊ ഇതില് പറഞ്ഞേക്കുന്നതിൽ കുറെ അധികം പോയിന്റ്സ് എല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? രണ്ടുമായിട്ട് കോമൺ ആയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആവുക. കീ ഫാക്ടർ ദാറ്റ് ഡിസ്റ്റിംഗ്വിഷസ് പ്രൊജക്ട് മാനേജ്മെന്റിനെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു അതിനൊരു ടൈം സ്പാൻ ഒന്നും ഇല്ല. അത് എന്ത് ചെയ്തോണ്ടേ ഇരിക്കും? ഇങ്ങനെ കണ്ടിന്യൂസ് ആൻഡ് ഓൺഗോയിങ് പ്രോസസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കാരണം പ്രൊജക്ട് മാനേജ്മെന്റിന് ഒരു പ്രോജക്റ്റ് ആ ഒരു പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് സ്ക്രീൻ ചെയ്യുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിന്റെ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന അനുസരിച്ച് അത് എന്താവുന്നു? എൻഡ് ആവുന്നു. നോക്കിക്ക, ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷസ് പ്രൊജക്ട് മാനേജ്മെന്റ് ഫ്രം ജനറൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് പ്രോജക്റ്റ് ഈസ് ടെമ്പററി ആൻഡ് ഹാസ് ഡെഫിനിറ്റ് ബിഗിനിങ് ആൻഡ് എൻഡ്. ഒരു പ്രോജക്റ്റ് തുടങ്ങി, ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ അതിനൊരു ബിഗിനിങ്ങും കാണും, അതിനൊരു എൻഡും കാണും. ഓക്കെ, പക്ഷെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കുറെ അധികം ഇന്റർ റിലേറ്റഡ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഇങ്ങനെയുള്ള കുറെ അധികം ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ചേരുന്ന ഒരു ബ്രോഡ് ഫങ്ഷൻ ആണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിൽ നിന്നും പ്രൊജക്ട് മാനേജ്മെന്റ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? പ്രൊജക്ട് മാനേജ്മെന്റിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈം സ്പാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റിന് ഒരു ക്ലിയർ ബിഗിനിങ്ങും എൻഡും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ബിഗിനിങ്ങും എൻഡും ഉണ്ടായിരിക്കും. ടെമ്പററി ആണ്. ആ എന്തിനു വേണ്ടിയിട്ടാണോ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, അത് കംപ്ലീറ്റ് ആവുമ്പോൾ അത് ഫിനിഷ് ആവുന്നു. ഓക്കെ, അല്ലെങ്കിൽ അത് എൻഡ് ആവുന്നു. പ്രൊജക്ട് മാനേജ്മെന്റിന്റെ പ്രത്യേകതകൾ എന്താണ്? ടെമ്പററി ആണ്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ട്, സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഡേറ്റ്, എന്ന് തുടങ്ങുന്നു അത് എന്ന് അവസാനിക്കുന്നു, അതിന്റെ ബിഗിനിങ്ങും എൻഡും ഡെഫിനിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡ്യൂസസ് എ യുണീക് പ്രോഡക്റ്റ് സർവീസ്, അല്ലെ? ഏതെങ്കിലും ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങുന്നിടം മുതൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ഉള്ളൂ ആ ഒരു പ്രോജക്റ്റ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എൻഡ് ആവുന്നു. ടെമ്പററി ആണ്. അല്ലാതെ മാനേജ്മെന്റിനെ പോലെ ഒരു ഓൺഗോയിങ് പ്രോസസ് അല്ല ഏത്? പ്രോജക്ട് മാനേജ്മെന്റ്. പ്രോജക്ട് മാനേജ്മെന്റ് നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. റിസർച്ച് അസിസ്റ്റന്റിന്റെ സിലബസിൽ ഒരു മൊഡ്യൂളായിട്ട് തന്നെ എന്തുണ്ട്? പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രൊജക്ട് മാനേജ്മെന്റിൽ നിന്നുള്ള ഒരു PYQ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ഫാക്ട്സ് കൂടെ നോക്കാം. ആൻഡ് എക്സാമ്പിൾ നോക്കിയ പ്രൊജക്ട് മാനേജ്മെന്റിന് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ജനറൽ മാനേജ്മെന്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൊജക്ട് മാനേജ്മെന്റിന് എക്സാമ്പിൾ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുക, മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, റെഗുലർ പ്രോസസ് ആണ്. ഓക്കെ, ഓൺഗോയിങ് പ്രോസസ് ആണ്. കുറെ അധികം ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ചേരുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താവല്ലോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The key factor that distinguishes project management from മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റിനെ മാനേജ്മെന്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പ്രൊജക്ട് മാനേജ്മെന്റ് ഓൺഗോയിങ് ആണോ? പ്രൊജക്ട് മാനേജ്മെന്റിനെക്കാട്ടിലും മാനേജ്മെന്റ് ആണ് ഓൺഗോയിങ്. പ്രൊജക്ട് മാനേജ്മെന്റിന് എന്തുണ്ട്? ഡെഫിനിറ്റ് ടൈം സ്പാൻ ഉണ്ട്. ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബിഗിനിങ്ങും എൻഡും പ്രൊജക്ട് മാനേജ്മെന്റിനുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. വിച്ച് among the following is a type of project audit? പ്രോജക്റ്റ് ഓഡിറ്റ് അല്ലെ? വിച്ച് ആർ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ഓഡിറ്റ്? നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നതായിരിക്കും. അപ്പൊ പ്രൊജക്ട് മാനേജ്മെന്റ് എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി നേച്ചറാണ്. അതിനൊരു ബിഗിനിങ്ങും ഒരു എൻഡും ഉണ്ടായിരിക്കും. ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് എൻഡ് ആവുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോജക്റ്റ് ഓഡിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. പെർഫോമൻസ് ഓഡിറ്റ്, കംപ്ലയൻസ് ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, ഓൾ ഓഫ് ദ എബോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബോ ആണ്. കാരണം പ്രോജക്റ്റ് ഓഡിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്? പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ട്,
ഫിനാൻഷ്യൽ ഓഡിറ്റ് ഉണ്ട്, കംപ്ലയൻസ് ഓഡിറ്റ് ഒക്കെ എന്തിൽ വരുന്നതാണ്? പ്രൊജക്ട് ഓഡിറ്റിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. A project audit is a systematic examination of a project to evaluate its performance, compliance with the standard, financial management and overall effectiveness. It helps to identify strength, weakness, risk and areas for improvement. അപ്പം ഈ പ്രോജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോജക്ട് ഓഡിറ്റിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും ഇല്ലേ? ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈം സ്പാനിനുള്ളിൽ നമ്മൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഡ്യൂറിംഗ് ദ പ്രോജക്റ്റ് വാട്ട് ആർ ദ സ്ട്രെങ്ത് ഇല്ലേ, അല്ലെ വീക്ക്നെസ്സസ്, വാട്ട് ആർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇതൊക്കെ ഫിനാൻഷ്യൽ കംപ്ലൈൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അഡ്ഹർ ചെയ്തിട്ടാണോ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പെർഫോമൻസ് ഓഡിറ്റ്. ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? പെർഫോമൻസ് ഓഡിറ്റ് ആണ്. ആ ഒരു പ്രോജക്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ, അൺനെസസറി ആയിട്ട് വേസ്റ്റേജസ് ഒക്കെ വരുത്തിയോ, അതോ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആണോ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തത് എന്ന് നോക്കാനായിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ് ഇത് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഷെഡ്യൂൾ നോക്കുന്നു, അവരുടെ കോസ്റ്റ് നോക്കുന്നു, ക്വാളിറ്റി, റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, വേസ്റ്റേജ് ഒക്കെ വരുത്തിയിട്ടുണ്ടോ, അതോ റിസോഴ്സസ് ഒക്കെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണോ, കോസ്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ടാണോ, അതോ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെ പെർഫോമൻസ് ഓഡിറ്റ്. അപ്പൊ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രൊജക്ട് ഓഡിറ്റ്. അടുത്തതാണ് കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഏതാണ്? കംപ്ലയൻസ് ഓഡിറ്റ്. എക്സാമിൻ വെദർ ദ പ്രൊജക്ട് ഫോളോ ഓർഗനൈസേഷണൽ പോളിസീസ്, ലീഗൽ റിക്വയർമെന്റ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. അതായത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കാണും അല്ലേ? ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്തിട്ടാണോ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്? അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് ഏത്? കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ഓഡിറ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു പെർഫോമൻസ് ഓഡിറ്റ്, കംപ്ലയൻസ് ഓഡിറ്റ്. അടുത്തതാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കണ്ടേ? കോസ്റ്റും കാര്യങ്ങളും ഏതൊക്കെ സോഴ്സസിൽ നിന്നായിരുന്നു, അതൊക്കെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തോ, ഇനി ആർക്കൊക്കെ ഫണ്ട് കൊടുക്കാനുണ്ട്, പറഞ്ഞ ബഡ്ജറ്റിൽ കംപ്ലീറ്റ് ചെയ്തോ പ്രോജക്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. സോ ഫിനാൻഷ്യൽ ഓഡിറ്റ്. അപ്പൊ പെർഫോമൻസ് ഓഡിറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റ്, കംപ്ലയൻസ് ഓഡിറ്റ്, ഇതെല്ലാം എന്താണ്? പ്രോജക്റ്റ് ഓഡിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് ഓഡിറ്റ്? ഒന്നും കൂടെ പറയാണ്, നമ്മുടെ സിലബസിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു മൊഡ്യൂളായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ പ്രൊജക്ട് മാനേജ്മെന്റ് എന്താണെന്നും അതിന്റെ പ്രോസസ്സുകളും സ്റ്റെപ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പ്രോജക്റ്റ് ഓഡിറ്റ് ഏതൊക്കെ തരത്തിലുണ്ട്? പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ പറഞ്ഞ ഏതൊക്കെയാണ്? പെർഫോമൻസ് ഓഡിറ്റ് പറഞ്ഞു, ഫിനാൻഷ്യൽ ഓഡിറ്റ് പറഞ്ഞു, കംപ്ലയൻസ് ഓഡിറ്റ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് കോസസ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, നമുക്ക് ഒരു 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റേസിംഗ് higher amount through issue of shares or debentures than the company needs. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക്. അതായത് കമ്പനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഷെയറുകളോ ഡിബഞ്ചറോ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണ്? ഓക്കെ, അതിന് കാരണമാവുന്ന കോസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഷെയറുകളോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുന്നു. സെക്കൻഡ് വൺ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് മെയ്ഡ് പ്രോപ്പർലി. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റിൽ ഉണ്ടാവുന്ന ഡിക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ. അപ്പൊ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യണം? നമ്മള് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് പ്രോപ്പർലി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത്രയും ഫണ്ടും കൂടെ നമുക്ക് കിടക്കും. അപ്പൊ അത് ഓവർ ക്യാപിറ്റലൈസേഷനിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ? അടുത്ത നോക്കിക്കേ, ഹ്യൂജ് പേയ്മെന്റ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ഫിറ്റീഷ്യസ് അസറ്റ് ലൈക്ക് ഹൈ പേയ്മെന്റ് ഈസ് മേഡ് ടു പർച്ചേസ് ഗുഡ് വിൽ ഇല്ലേ? ഫിറ്റീഷ്യസ് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ
ഹ്യൂജ് എമൗണ്ട് ചെലവാക്കുന്നു. അപ്പൊ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റും വായിക്കുമ്പം നമുക്ക് ആൻസറിലേക്ക് തന്നെ എത്താൻ പറ്റും. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഈ 3 ഫാക്ടേഴ്സ് നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 3ഉം എന്തിന് കാരണമാവുന്നുണ്ട്? ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അനാവശ്യമായിട്ട്, അതായത് കമ്പനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഷെയറുകളോ ഡിബഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫിറ്റീഷ്യസ് അസറ്റുകൾ വാങ്ങാനായിട്ട് വലിയൊരു ഫണ്ട് ചെലവാക്കുന്നത്, ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പ്രൊവിഷൻ കീപ്പ് ചെയ്യാത്തത്, ഇതൊക്കെ എന്തിന് കാരണമാവുന്നു? ഇതൊരു PYQ ആണേ, ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവുന്നു. Over capitalization occurs when a company has raised or invested more capital than is justified by its earning capacity. ഒരു കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ ക്യാപിറ്റൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് ഓവർ ക്യാപിറ്റലൈസേഷൻ. എപ്പോഴൊക്കെ ആയിരിക്കും? അല്ലെങ്കിൽ ഈ ഓവർ ക്യാപിറ്റലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കിട്ടണമെന്നില്ല. ഓക്കെ, കമ്പനി എന്ത് കിട്ടുന്നു? അത് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കിട്ടുന്നില്ല, അതിന്റെ റിട്ടേൺ കുറവായിരിക്കും. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഐഡിയൽ ആയിട്ട് ഫണ്ട് കിടക്കുന്നു, അൺനെസസറി ആയിട്ട് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അതിന് വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി ഓവർ ക്യാപിറ്റലൈസേഷന്റെ. ഇഫ് എ കമ്പനി ഹാസ് ക്യാപിറ്റൽ ഓഫ് 10 crore but earn profit suitable for only 6 crore of capital, it is said to be over capital. അതായത് ഇപ്പൊ ഒരു കമ്പനിക്ക്, എ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 10 crore ആണ് അതിന്റെ ക്യാപിറ്റൽ. പക്ഷെ അതിന് കിട്ടുന്ന വരുമാനം, അതിന് കിട്ടുന്ന റിട്ടേൺ എത്ര? ക്യാപിറ്റലിന്റെ 6 കോടിയുടെ ഒരു ക്യാപിറ്റലിന്റെ റിട്ടേണേ അതിന് കിട്ടുന്നുള്ളൂ. അപ്പൊ ബാക്കി ആ ഒരു 4 crore എന്ന് പറയുന്നത് അത് ഓവർ ക്യാപിറ്റലൈസ്ഡ് ആണ്. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവുന്നത്? അനാവശ്യമായിട്ടുള്ള ഫിറ്റീഷ്യസ് അസറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് ഹ്യൂജ് എമൗണ്ട് ചെലവാക്കുന്നതും, അതുപോലെ തന്നെ ഷെയർ ഡിബഞ്ചറും ഒക്കെ ആവശ്യമുള്ളതിൽ കൂടുതൽ ഇഷ്യൂ ചെയ്യുന്നതും, ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് പ്രൊവിഷൻ മെയ്ഡ് ചെയ്യാത്തതും ഒക്കെ എന്തിന് കാരണമാവുന്നു? ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവുന്നു. എക്സസീവ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഓവർ വാല്യുവേഷൻ ഓഫ് അസറ്റ്, ഇനാഡിക്വേറ്റ് ഡിപ്രീസിയേഷൻ, പർച്ചേസ് ഓഫ് അസറ്റ് അറ്റ് ഇൻഫ്ലേറ്റഡ് പ്രൈസ്. അല്ലെ, വില കൂടി നിൽക്കുന്ന സമയത്ത് അസറ്റ് വാങ്ങുന്നതൊക്കെ എന്തിന് കാരണമാണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ. അപ്പം 3 നമുക്ക് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഓവർ ക്യാപിറ്റലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, ഓവർ ക്യാപിറ്റലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കുറയുന്നു. കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഓവർ ക്യാപിറ്റലൈസേഷന് കാരണമാവുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ റിസർച്ച് ഓഫീസർ എക്സാമിന്റെ കൊമേഴ്സിൽ നിന്നുള്ള PYQs ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യുക? റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. താങ്ക് യു.